യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ രാത്രി അതിക്രമിച്ചു കടന്ന് കേരള പോലീസ് കാട്ടിക്കുട്ടിയ പേക്കൂത്തുകൾ ആരും മറന്നില്ല. കഴിഞ്ഞ ആഴ്ച രാത്രിയിൽ കോഴിക്കോട് വടകര തിരുവള്ളൂരിലാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയത്. ഈ പ്രദേശത്ത് ലീഗ് CPM സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് സിദ്ദിഖ്. ഈ സിദ്ദിഖിന്റെ വീട്ടിലാണ് രായിക്ക് രാമാനം പോലീസ് കടന്നു ചെന്ന് ഭീഷണി മുഴക്കിയത്. പിന്നാലെ UDF പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പരിശോധന പൂർത്തിയാക്കാതെ മടങ്ങി. ഇനിയും ഇത്തരം നെറികെട്ട പ്രവൃത്തികൾ ഉണ്ടായാൽ വന്ന പോലെ തിരിച്ചു പോകില്ല എന്നാണ് നേതാക്കൾ പോലീസിനോട് പറഞ്ഞത്. ഇതോടെയാണ് പരിശോധന പാതി വഴിക്ക് നിർത്തി പോലീസ് സംഘം തിരിച്ചുപോയത്. ഈ സംഭവം വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. പോലീസിന്റെ നരനായാട്ട് മറക്കില്ല എന്നും അന്ന് വീട്ടിൽ കയറിയ പോലീസുകാരുടെ പേരടക്കം സൂക്ഷിച്ചിട്ടുണ്ടെന്നും മെയ് 4 കഴിയട്ടെ പണി വരുന്നുണ്ട് എന്നും പ്രവീൺ കുമാർ പറയുന്നുണ്ട്. കോഴിക്കോട് നടന്ന ഒരു പ്രതിഷേധ പരിപാടിയിലാണ് പ്രവീൺ കുമാർ ആഞ്ഞടിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ പാതിരാത്രിക്കെത്തിയ പോലീസ് സംഘം പ്രസവിച്ചു കിടക്കുകയായിരുന്ന സ്ത്രീയുടെ മുറിയിൽ കയറി വരെ പരിശോധന നടത്തി. കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയും വേണ്ട. കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്നതും പിന്നാലെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതുമെല്ലാം സാധാരണ സംഭവങ്ങളാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? കേസിൽ പോലീസിനെ ആയുധമാക്കുകയാണ് CPM ചെയ്യുന്നത്. സ്ത്രീകളടക്കം താമസിക്കുന്ന പൊതുപ്രവർത്തകന്റെ വീട്ടിൽ എന്തിന് പോലീസ് കടന്നു ചെല്ലണം? അത്ര വലിയ കൊടും കുറ്റവാളിയാണോ ഈ പൊതുപ്രവർത്തകൻ? സ്വർണം കട്ടവനടക്കം പുറത്തിറങ്ങി വിലസി നടക്കുന്ന നാട്ടിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെ പോലീസ് കുറ്റവാളി വേട്ട നടത്താൻ ശ്രമിച്ചത്. എന്നാൽ വീട്ടിൽ കയറി തോന്നിയാസം കാണിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടി ആ രാത്രി തന്നെ UDF പ്രവർത്തകരും യൂത്ത് കോൺഗ്രസും സിദ്ദിഖിന്റെ വീട്ടിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു. പിന്നാലെ പോലീസ് പിൻവാങ്ങുകയായിരുന്നു. വലിയ രാഷ്ട്രീയ സംഘർഷം നടക്കുന്ന ഇടമാണ് തിരുവള്ളൂർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തിരുവള്ളൂർ ചാനിയം കടവിന് സമീപം 3 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയ സംഭവം നാടിനെ പരിഭ്രാന്തിയിലാക്കിയിരുന്നു. നാട്ടുകാരിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് ചാനിയം കടവ് ശാന്തിനഗർ ഭാഗത്ത് നെടുമ്പ്രമണ്ണ റോഡിന് അടിയിലൂടെ പോകുന്ന ചാലിലാണ് ബോംബുകൾ കണ്ടെത്തിയത്. സ്ക്വാഡ് എത്തി ബോംബുകൾ പുറമേരി കുനിങ്ങാട് ക്വാറിയിലെത്തിച്ച് നിർവീര്യമാക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന് മുൻപും ശേഷവും CPM ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായ പ്രദേശത്താണ് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. 2 ദിവസം മുൻപ് LDF UDF പ്രവർത്തകർ തമ്മിലും ഇവിടെ തർക്കമുണ്ടായിരുന്നു. സംഘർഷത്തിൽ 2 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും ഒരു CPM പ്രവർത്തകനും പരിക്കേറ്റിരുന്നു. ഈ കേസിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഭരണം മാറാൻ പോകുന്നത് ഈ പോലീസുകാർ അറിഞ്ഞില്ലെന്നും അറിയിച്ചു തരാമെന്നും പ്രവീൺ കുമാർ വെല്ലുവിളിക്കുന്നുണ്ട്. എന്തായാലും ആ രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങൾക്ക് ചില പഴയ മുദ്രാവാക്യമുണ്ടായിരുന്നു. കാലം മാറും, ഭരണം മാറും, അപ്പൊ കാണാം മാമാന്റെ നോക്കാം. ഭരണം മാറി വരുമ്പോഴേക്ക് ഞങ്ങളെ കോൺഗ്രസിന്റെ ലീഗിന്റെ അമ്മായിന്റെ മകനായിട്ടും ഇളയമേന്റെ സഹോദരനായിട്ടും മറ്റു ബന്ധുത്തൊക്കെ പറഞ്ഞു വരും. ഓരോരുത്തന്റെയും പേര് ഞങ്ങളുടെ വീച്ചിലുണ്ട്. ഒരുത്തനെയും വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഈ മേഖലയിൽ എല്ലാത്തിനും വടകര മേഖലയിൽ നടക്കുന്ന പോലീസ് ഭീകരതയ്ക്കെതിരെ അതിലും ഭയാനകമായ രീതിയിൽ CPM നടത്തുന്ന വർഗീയ ചുവയുള്ള പ്രചരണത്തിനെതിരെ യൂസഫ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രവർത്തകനെ ക്രൂരമായി ആക്രമിക്കുക, അവന്റെ മൊബൈൽ ഫോൺ പിടിച്ചു വെക്കുക, സ്വർണം മോഷ്ടിക്കുക, എന്നിട്ട് ആ പ്രതികളെല്ലാവരെയും പിടിക്കാതിരിക്കുക, അത് കഴിഞ്ഞ് ഇല്ലാത്തൊരു കള്ളക്കേസ് കൊടുക്കുക, സിദ്ദിഖിനെ പ്രതിയാക്കുക, ചെന്നൈയിലുള്ള ആഷിഖിനെ പ്രതിയാക്കുക, ആ പ്രതിയുടെ വീട്ടിൽ കയറുക. അസമയത്താണ് കയറുന്നത്. അസമയത്ത് കയറി 20 ദിവസം പ്രായമായുള്ള കുട്ടികളുള്ള വീട്ടിൽ പോയി പോലീസ് ഹറാസ്മെന്റ് നടത്തുക, വേണ്ടി വന്നാൽ അടിവസ്ത്രവും പരിശോധിക്കുന്നു അറിയാം. യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളായ ദുൽഖിഫിനും ലത്തീഫും നിസബും പോയപ്പോൾ അവരോട് തോന്നിവാസവും പറഞ്ഞു. ഞാൻ പാറയ്ക്കെല്ലാം സാക്ഷി എടുത്ത ഒരു കാര്യം പറയാം. അന്ന് സിദ്ദിഖിന്റെ വീട്ടിൽ പോയ പോലീസുകാർ ദിവസം എഴുതി വെച്ചോ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഏപ്രിൽ 29 മെയ് 29 അവൻ ശിക്ഷ നേടിയിരിക്കും. ഞങ്ങൾ പറയുന്നത് UDF ആണ്. തോന്നിവാസം കളിക്കുന്നു. ഇന്നുണ്ട് ഒരു പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ. അത് പറയാണ് 3 ആളെ ഫോട്ടോ ആണ്. നമ്മുടെ യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസിന്റെ 3 ആളുടെ ഫോട്ടോ ആണ്. മുസ്ലിം സ്ത്രീ പ്രസവിച്ചു കിടക്കുന്ന വീടിനകത്തേക്ക് അമുസ്ലിമായ പുരുഷൻ കടക്കരുത്, കടന്നാൽ പോലീസല്ല ആരായാലും ആ കാല് വെട്ടിമാറ്റും ഇവര് പറഞ്ഞു. CPM ഇറക്കിയ പോസ്റ്റർ. ഇതിന്റെ അടുത്ത വാചകമാണ് തിരുവള്ളൂരിൽ വധശ്രമ കേസിലെ പ്രതിയെ പിടിക്കാൻ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് രഞ്ജിത്തിനോട് യൂത്ത് ലീഗ് നേതാക്കളുടെ ഭീഷണി.
അവിടെ യൂത്ത് ഓഫീസ് ഒഴിവാക്കുക, വർഗീയ ചൗണ്ടറെ ഫോട്ടോ ഉണ്ട്. ഞങ്ങള് ഒരു കാര്യം പറയാ, മുസ്ലിം സ്ത്രീയുടെ മാത്രമല്ല, ഒരു സ്ത്രീ പ്രസവിച്ച് കിടക്കുന്നിടത്തേക്കും അനുവദിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങളായ പ്രസവിച്ച് കിടക്കുന്ന സുരക്ഷ കിടന്നിടത്തേക്കാ. അതിലേക്ക് തോന്നിയാസം പറഞ്ഞ് പോലീസുകാർ വന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ പോയത് ബാക്കിയാ. പിന്നെ ഈ പോലീസിനോട് ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് ചില പഴയ മുദ്രാവാക്യമുണ്ടായിരുന്നു. കാലം മാറും, ഭരണം മാറും, അപ്പൊ കാണാം മാമാങ്കം നോക്കാം. ഭരണം മാറി വരുമ്പോഴേക്ക് ഞങ്ങളെ കോൺഗ്രസിന്റെ ലീഗിന്റെ അമ്മായിന്റെ മകനായിട്ടും ഇളയമേന്റെ സഹോദരനായിട്ടും മറ്റു ബന്ധുത്തൊക്കെ പറഞ്ഞു വരും. ഓരോരുത്തന്റെയും പേര് ഞങ്ങളുടെ റീച്ചിലുണ്ട്. ഒരുത്തനെയും വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഈ മേഖലയിൽ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു.